ഓൾറൈറ്റ്, iPhone 16 സീരീസിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും തന്നെ ഓൾറെഡി ലീക്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ ഏതൊരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടായിരുന്നെങ്കിൽ ആ ഫോണിൽ ലോഞ്ച് ഡേറ്റ് വരെ കാത്തിരിക്കണമായിരുന്നു. പണ്ടത്തെ ഐഫോൺ ഇവൻറ്റ്സ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആൻഡ് നമ്മളൊക്കെ ക്യൂരിയസ് ആയിട്ട് ഭയങ്കര അധികം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. ബട്ട് ദിസ് ടൈം അറൗണ്ട് കുറേ അധികം കാര്യങ്ങളൊക്കെ iPhone 16 പറ്റി ലീക്ക് ആയിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലുള്ള ലീക്സും റെൻഡേഴ്സും റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നിട്ട് സമയം വേസ്റ്റ് ആക്കണ്ട, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ iPhone 16 ആൻഡ് 16 പ്ലസിന് പുതിയൊരു വെർട്ടിക്കൽ ക്യാമറ പ്ലേസ്മെൻറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ iPhone 15 പ്രോയിലൊക്കെ കണ്ട പോലത്തെ ഒരു ബോക്സും അതിനുള്ളിൽ ഡയഗണൽ ആയിട്ടുള്ള ക്യാമറ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ആൻഡ് ഇതിപ്പോൾ ഒരു വെർട്ടിക്കൽ രീതിയിൽ തന്നെ ഈ ക്യാമറ പ്ലേസ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വിഷൻ പ്രോയ്ക്കൊക്കെ വേണ്ടിയുള്ള സ്പെഷ്യൽ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഇനി നമുക്ക് iPhone 16 16 പ്ലസിലും ചെയ്യാൻ പറ്റും. ആൻഡ് ഇനി നെക്സ്റ്റ് വലിയ മാറ്റങ്ങൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ സൈഡ് ഓഫ് തിങ്സിലേക്കാണ്. അപ്പോൾ നമ്മുടെ iPhone 16 പ്രോയിൻ്റെ അകത്ത് നമ്മുടെ സ്ക്രീൻ സൈസ് 6.1 ഇഞ്ചിൽ നിന്ന് 6.3 ഇഞ്ചിലേക്കും 16 Pro Max 6.7 ഇഞ്ചിൽ നിന്ന് 6.9 ഇഞ്ചിലേക്കും സ്ക്രീൻ സൈസ് വലുതാവുന്നുണ്ട്. അതേപോലെ തന്നെ സ്ലൈറ്റ്ലി തിന്നർ ബെസൽസ് ആയിരിക്കും നമുക്ക് 16 പ്രോയിൽ 16 Pro Maxൻ്റെ അതും കാണാൻ പറ്റുക. അപ്പോൾ ഇത്രയും നമ്മൾ iPhone 16 ഉണ്ടായിരുന്ന ആ ഒരു പിങ്ക്, ഗ്രീൻ, യെല്ലോ ആൻഡ് ബ്ലൂ കളർ കൂടാതെ ഇപ്രാവശ്യം ഒരു പർപ്പിൾ കളറും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 16 Pro സീരീസിലേക്ക് വരുമ്പോൾ നമുക്കൊരു റോസ് ഗോൾഡ് ഫിനിഷ് നമുക്ക് ഈ പ്രാവശ്യം കാണാൻ പറ്റും. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് Pro Max സീരീസ്, അതായത് 15 Pro Maxലൊക്കെ നമുക്കൊരു ടൈറ്റാനിയം ഫിനിഷ് ആയിരുന്നുണ്ടായിരുന്നു. മോർ സ്പെസിഫിക്കലി ഒരു ബ്രഷ്ഡ് ടൈറ്റാനിയം ഫ്രെയിം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അത് ടൈറ്റാനിയം തന്നെ ആയിരിക്കും, പക്ഷേ ഇപ്രാവശ്യം നമുക്കൊരു ഗ്ലോസി ടൈറ്റാനിയം ഫിനിഷ് ആയിരിക്കും ഈ Pro Maxും പ്രോയും Pro Max സീരീസിലേക്ക് വരുമ്പോൾ. ഇനിയിപ്പോൾ ക്യാമറ ഇംപ്രൂവ്മെൻറ്റ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ iPhone 16 Pro സീരീസിൻ്റെ നമുക്കൊരു മച്ച് ബിഗർ ആൻഡ് ബെറ്റർ മെയിൻ ക്യാമറ സെൻസറും 48 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ iPhone 15 Pro Maxൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ടെലിഫോട്ടോ ലെൻസ്, എക്സാക്ട് സെയിം ടെലിഫോട്ടോ ലെൻസ് നമുക്ക് ഇന്നത്തോട്ട് 16 Pro സീരീസിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി 16 Pro Maxൽ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 16 Pro Maxൽ നമുക്കൊരു സൂപ്പർ ടെലിഫോട്ടോ ലെൻസ് എന്നൊരു ലെൻസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ബിഗസ്റ്റ് ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 300 millimeters ആണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫോക്കൽ ലെങ്ത് വരുന്നത്. ആൻഡ് ഫോർ റെഫറൻസ് നമ്മുടെ iPhone 15 Pro Maxലുള്ള ടെലിഫോട്ടോ ലെൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് ജസ്റ്റ് 120 millimeters ആയിരുന്നു. അതാണ് നമുക്കിപ്പോൾ 300 ആയിട്ട് നമുക്ക് 16 Pro Maxൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ലിറ്ററലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മോർ സൂം ആൻഡ് ബെറ്റർ ക്വാളിറ്റി. ഇത് നമ്മുടെ iPhone 16 സീരീസിലെ എല്ലാ ഫോൺസിലും ഒരു കപ്പാസിറ്റീവ് ആയിട്ടുള്ള ക്യാപ്ചർ ബട്ടൺ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസിലി ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, സൂം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫോക്കസ് കൺട്രോൾസ് നമുക്ക് ഈ സെയിം ക്യാപ്ചർ ബട്ടണിലൂടെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് മേജർ ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി ആൻഡ് ചാർജിങ് സൈഡ് ഓഫ് തിങ്സിലേക്കാണ്. അപ്പോൾ നമ്മുടെ iPhone 16 പ്രോയിൻ്റെ അകത്ത് ഇനി തൊട്ട് 3355 mAh ഒരു ബാറ്ററി, അതേപോലെ തന്നെ 16 Pro Maxൻ്റെ അതൊരു 4676 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. അപ്പോൾ ഫോർ റെഫറൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ iPhone 15 പ്രോയിൻ്റെ അകത്ത് ഒരു 3274 mAh ബാറ്ററി ആയിരുന്നു. ആൻഡ് 15 Pro Maxൻ്റെ അതൊരു 4441 mAh ബാറ്ററി ആയിരുന്നു. അപ്പോൾ 16 സീരീസിൽ കുറച്ചുകൂടി മച്ച് ബിഗർ ബാറ്ററി ആയിരിക്കും വരാൻ പോകുന്നത്. ആൻഡ് ഇനി ചാർജിങ് സൈഡ് ഓഫ് തിങ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ഇംപ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ വയേർഡ് ചാർജിങ് 27 watts നിന്ന് 40 wattsലേക്കും വയർലെസ് ചാർജിങ് 15 watts നിന്ന് 20 wattsലേക്ക് നമുക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് ഈ ഒരു iPhone 16 സീരീസിൽ വരുന്നുണ്ട്. അപ്പോൾ ദിസ് ലിറ്ററലി മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഐഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി 1 hour 15 minutes എടുക്കേണ്ട ആ സമയത്ത് ജസ്റ്റ് 40 minutesനുള്ളിൽ നമുക്ക് ഫുള്ളി ചാർജ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോൺ കിട്ടാൻ പറ്റും. അപ്പോൾ നമുക്കെല്ലാവർക്കും ഓൾറെഡി അറിയുന്ന കാര്യമാണ്, പുതിയ ഐഫോൺ ഐറ്ററേഷൻസിൻ്റെ കൂടെ തന്നെ പുതിയൊരു ചിപ്പും കൂടി നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം 16 Pro സീരീസിലേക്ക് വരുമ്പോൾ A18 Pro എന്ന് പറഞ്ഞിട്ട് പുതിയ ചിപ്പാണ് നമുക്ക് ഈ ഒരു ഐഫോണിൽ കിട്ടാൻ പോകുന്നത്. ആൻഡ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മച്ച് ബെറ്റർ പെർഫോമൻസും സ്പീഡും കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി നമുക്ക് ഈ A18 Proയിൽ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പുതുതായിട്ടൊരു ഗ്രാഫീൻ തെർമൽ സിസ്റ്റം കൂടി ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആപ്പിൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു പുതിയ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ കുറേ അധികം ഓവർ ഹീറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു പ്രോബ്ലം കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിന് പറ്റുമെന്നാണ് ആപ്പിൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ബൈ നൗ നമുക്ക് എല്ലാവർക്കും അറിയാം iPhone 16 അതേപോലെ iOS 18 കൂടെ ആപ്പിൾ കുറേ അധികം AI ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം A18 Pro ചിപ്പിൻ്റെ അകത്ത് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറൽ എഞ്ചിൻ കുറച്ചുകൂടി അഡീഷണൽ കോർസ് ഉണ്ടാകും ഓൺ ഡിവൈസ് AI ഫീച്ചേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. ആൻഡ് ഫൈനലി നമ്മുടെ iPhone 15 Pro ആൻഡ് Pro Max ഉണ്ടായിരുന്ന ഒരു ആക്ഷൻ ബട്ടൺ ഇനി തൊട്ട് iPhone 16 സീരീസിലെ എല്ലാ ഫോൺസിലേക്കും വരും എന്നുള്ളൊരു റിപ്പോർട്ടും കൂടി ഉണ്ട്. വെൽ ലെറ്റ്സ് സീ. ആൻഡ് അപ്പോൾ അത്രയൊക്കെയാണ് മെയിനായിട്ട് iPhone 16 വരുന്ന ചേഞ്ചും കാര്യങ്ങളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആപ്പിളിൻ്റെ ഇന്നോവേഷനും പുതിയ ഫീച്ചേഴ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓവർ ദി ഇയേഴ്സ് ആ ഒരു ചാർട്ട് ഇപ്പോഴും താഴേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ പർട്ടിക്കുലർലി എക്സൈറ്റിംഗ് ആയിട്ടൊരു ഫീച്ചറോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് iPhone 16 ഉണ്ടെന്നുള്ള രീതിയിൽ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെയാണ് റൂമേഴ്സും റെൻഡേഴ്സ്, ഇതൊക്കെയാണ് ആക്ച്വലി നമുക്ക് iPhone 16 കാണാൻ പോകുന്നതെങ്കിൽ ഒബ്വിയസ്ലി ലൈക്ക് ഒരു നെക്സ്റ്റ് ഏറ്റവും iPhone 15 പോലെ തന്നെ ഒരു iPhone 16 നമുക്ക് കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. ആൻഡ് ഇനിയിപ്പോൾ ഏറ്റവും 10-15 വർഷം എടുത്തിട്ടാണ് ആപ്പിളിൻ്റെ അകത്ത് ഇപ്പോൾ iOS 18 അപ്കമിങ് അപ്ഡേറ്റിൻ്റെ അകത്ത് നമുക്ക് ഈ ഹോം സ്ക്രീനിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു ആപ്പിൻ്റെ ഐക്കൺ കൊണ്ട് പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ വരുന്നത്. സോ ആപ്പിൾ ബീങ് ക്ലാസിക് ആപ്പിൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും വേറെ ആയിട്ട് വീണ്ടും കാണാം.